ഓർക്കിഡ് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. പലർക്കും ഓർക്കിഡ് പ്ലാന്റ് വളർത്താൻ പറ്റില്ല, അതിൽ പൂക്കളുണ്ടാവില്ല എന്നൊക്കെയുള്ള പരാതികൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. കാരണം എനിക്കും തന്നെ ആ പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടാണ് എനിക്ക് നന്നായിട്ട് എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിലൊക്കെ ഫ്ലവറുകൾ ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെയുള്ളവർക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഓർക്കിഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, നേരെ നമ്മൾ നോർമൽ ഓർക്കിഡ് പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെ തന്നെയാണ്. അപ്പോൾ ഇത് എന്ത് ഓർക്കിഡാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഗ്രൗണ്ട് ഓർക്കിഡാണിത്. കുറേ പേർക്കൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ മണ്ണിൽ തന്നെ പോട്ട് ചെയ്തിട്ട് വളർത്തുന്ന ഓർക്കിഡ് പ്ലാന്റ് ആണ്. മറ്റേ ഓർക്കിഡ് പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ചകിരി അല്ലെങ്കിൽ മറ്റേ കരിക്കട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മളതിനെ പോട്ട് ചെയ്യണത്. അത് പലർക്കും അതിന് കുറച്ച് കെയർ വേണ്ട തന്നെയാണ് നോർമലി ഓർക്കിഡ് പ്ലാന്റ്സ്. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും കുറച്ച് വെയിലുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ ബാക്കിയുള്ളതിലൊക്കെ സ്പൈക്കുകളൊക്കെ വന്നിട്ടുള്ളൂ, ഫ്ലവർ ആയിട്ടില്ല. അപ്പോൾ ഈ യെല്ലോ മാത്രമാണ് ഫ്ലവർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഓർക്കിഡ് പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലവറുകൾ ഏകദേശം 2-3 മാസമൊക്കെ നിൽക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് ഒന്നിച്ച് വിരിയില്ല, ഓരോരോ ഫ്ലവറുകൾ വിരിഞ്ഞ് അത് പതുക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഫുള്ളായിട്ട് ആ സ്പൈക്ക് മൊത്തം നിൽക്കുന്ന മറ്റേ പ്ലാന്റ് പോലെ 1 മാസമൊന്നും ഇതിൻ്റെ ഫ്ലവറുകൾ നിൽക്കില്ല. അത് മാത്രമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്കൊരു മറ്റേ പ്ലാന്റിനെ ഓർക്കിഡ് പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ ഓർക്കിഡ് പ്ലാന്റുകളും ഫ്ലവർ ചെയ്യുന്ന പോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൽ നന്നായിട്ട് തന്നെ ഫ്ലവറുകൾ വരും. നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് മണ്ണിലാണിത് പോട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ ലീഫ് ഭയങ്കര വീതിയുള്ള ടൈപ്പാണ്. ഒരുപാട് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ട്. കുറച്ച് കളക്ഷൻസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലെൻ്റെ നല്ലൊരു കളക്ഷനാണ് ഈ ഒരു യെല്ലോ. അതിലിപ്പോൾ ഫ്ലവർ വന്നുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. ഇതിപ്പോൾ ഏത് കളറാണെന്നറിയില്ല. ഇതിൽ നിറയെ 4-5 സ്പൈക്കുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, ലീഫ് വീതി കുറഞ്ഞിട്ടുള്ള ലീഫാണ്. അത് മാത്രമല്ല ആ വീതിയുള്ള ലീഫിന് പുതിയ തൈകൾ ഉണ്ടാവാനായിട്ട് സമയമെടുക്കും. ഇതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെറിയ തൈകൾ നിറയെ ചട്ടി തിങ്ങി നിറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതുമാത്രമല്ല ഇതിൻ്റെ സ്പൈക്ക് വരുന്നത് നേരെ മണ്ണിൽ നിന്ന് തന്നെ നേരെ ആണ് ഇതിൻ്റെ ഓരോ സ്പൈക്കുകളും വരുന്നത്. നന്നായിട്ട് നമ്മൾ വളമൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നന്നായിട്ട് പൂക്കളുണ്ടാവും. നോർമലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും പൂക്കളുണ്ടാവുന്ന ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്, പല രീതിയിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റുകളുണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണിത്. നോർമൽ വെറൈറ്റീസൊക്കെ നമുക്കൊരു 100 റുപ്പീസിൻ്റെ താഴെ കിട്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ 250 അബവ് ഉള്ള വിലയുള്ള പ്ലാന്റുകളാണ്. നല്ല ഹൈ ക്വാളിറ്റി ഫ്ലവറുകളുള്ള പ്ലാന്റുകളൊക്കെ. സാധാരണ ഒരു വയലറ്റ്, വൈറ്റ് അതൊക്കെയാണ് അതിൻ്റെ കോമൺ ഫ്ലവറായിട്ട് വരുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് ഓർക്കിഡ് പ്ലാന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വളർത്തിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം, വളർത്തിയെടുക്കാൻ പറ്റില്ല എന്നല്ല, പലർക്കും ഫ്ലവറുകൾ ഉണ്ടാവാറില്ല എന്നുള്ള പരാതി കാണാറുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അതുപോലെയുള്ള പൂക്കൾ ഒരു വ്യത്യാസമില്ല ആ ഫ്ലവറിന് നമ്മൾ കാണുമ്പോൾ കണ്ടോ. സെയിം എൻ്റെ കയ്യിൽ ഇത് തന്നെ ഒരു യെല്ലോ ഡെൻഡ്രോബിയം ഫ്ലവർ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇതിന് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് DAP ആണ് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ മറ്റ് പ്ലാന്റുകൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കപ്പലണ്ടി പിണ്ണാക്ക് അതുപോലെയുള്ള ജൈവവളങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഇട്ട് കൊടുക്കാൻ പറ്റും. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു നല്ല റെസിസ്റ്റൻസ് ഫോറുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റുകൾ. അപ്പോൾ ഇതുപോലെ തന്നെ ഓർക്കിഡ് പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും ഒരു ചെറിയ പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ വെയിലത്ത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ അതിനെ വളർത്തി നല്ല ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം.